വൊമിറ്റ് ചെയ്യുന്ന നന്ദനയോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഉദയൻ. നന്ദനയ്ക്ക് വിശേഷമാണെന്ന മീനത്തേലിന്റെ വാക്കിൽ ഉദയന് സന്തോഷം. നാളെ ഡോക്ടറെ കാണണമെന്നും ജീവിതത്തിനൊരു അർത്ഥമുണ്ടായത് ഇപ്പോഴാണെന്നും ഉദയൻ നന്ദനയോട് പറയുന്നു. കള്ളത്തരങ്ങൾ ഉള്ളിലൊതുക്കി താനിനി നന്നാവാൻ പോവുകയാണെന്നും അതിന് കുറച്ച് പണം വേണമെന്നും പറഞ്ഞ് ലൈലയെ മയക്കൊരു സ്വർണവള കൈക്കലാക്കുന്ന മനീഷ് ഉദയനും നന്ദനയും കുന്നത്തൂരിലെത്തുന്നു. നന്ദനയ്ക്ക് വിശേഷമുണ്ടെന്ന സംശയത്തിൽ കാർത്തിക ഞെട്ടുന്നു. ഗർഭിണിയല്ലെന്നറിഞ്ഞ നന്ദനയിൽ വിഷമം. സമാധാനിപ്പിക്കുന്ന ഉദയൻ. ട്രസ്റ്റിന്റെ കാര്യത്തിൽ ഉദയന്നൂരിൽ ചർച്ച നടക്കുന്നു. ഇനി തുടർന്ന് കാണുക. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നുള്ള അതിഥി ആയിക്കോട്ടെ തിരികൊളുത്തുന്നത്. വലിയേട്ടന് പലരുമായി അടുപ്പമുള്ളതല്ലേ, വിളിച്ചാ വരാതിരിക്കില്ല. അമ്മയുടെ പേരിലല്ലേ, നമുക്ക് ഹൈനസിനെ തന്നെ വിളിക്കാം. എനിക്ക് ഈ കാര്യത്തിലൊരു ഭേദഗതി ഉണ്ട്. ഈ ഉദ്ഘാടനം ചെയ്യുന്ന ആളിന്റെ കാര്യത്തിലേ പ്രതാപേട്ടന്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് പക്ഷേ എന്റെ മാത്രം കെയർ ഓഫ് അല്ല, നമ്മുടെ എല്ലാം കെയർ ഓഫിലുള്ള 2 പേരാണ്. 2 പേരോ? ആ അതെ, ഉദയന്നൂർ കോവിലകത്തെ പുതിയ തലമുറയുടെ പ്രതിനിധികളായ 2 പേർ. നന്ദനയും ഭർത്താവായ ഉദയവർമ്മയും. അവര് 2 ചേർന്ന് ഭദ്രദീപം കൊടുത്തി ഈ ട്രസ്റ്റിന് അങ്ങോട്ട് തുടക്കം കുറിക്കട്ടെ. നിങ്ങൾ എന്ത് പറയുന്നു? ഓ, ഇപ്പൊ മനസ്സിലായി. നന്ദന വിദ്യാർത്ഥിയുടെ മോളായതുകൊണ്ടായിരിക്കും പ്രതാപേട്ടൻ ഈ ഒരു പക്ഷാഭേദം. പ്രതിഭ എന്താ എന്നെ അത്രയ്ക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്? നന്ദന വിദ്യാഭാരതിയുടെ മോളായിരിക്കും, പക്ഷേ എന്റെ മോളല്ലല്ലോ. എന്തുട്ടാ വെല്ലുവിളിയ? എന്താ മുഖത്തിനൊരു വാട്ടം? അതെ, എനിക്കൊരു പക്ഷഭേദവും ഇല്ല. എന്നെ വെല്ലുവിളിയോ? പിന്നെ എന്തിനാ പ്രതാപ അവളെ കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്യിക്കുന്നത്? അവള് തനിച്ചല്ല, നമ്മുടെ ഉദയനുമുണ്ട് വിളക്ക് കൊളുത്താൻ. അവർക്ക് നേരെ എറിയുന്ന ഒരു പ്രലോഭനമാണത്. ട്രസ്റ്റിന് മൂലധനമായി ഓരോ 1,00,000 രൂപ നമ്മൾ മുടക്കാമെന്നായിരുന്നുവല്ലോ തീരുമാനം. പക്ഷേ മുഴുവൻ ചെലവും നന്ദന നോക്കുന്ന വാക്ക് തന്നിട്ടുണ്ടല്ലോ. ആര് വാക്ക് തന്നു? ഉദയേട്ടൻ ആണല്ലോ. ആ ഉദയനെ അടുപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ഘാടകരാക്കുന്നത്. നന്ദന അടുത്തില്ലെങ്കിലേ അയാളിപ്പോ ശ്വാസം പോലും വിടില്ല. അതുകൊണ്ട് നന്ദനെ ഉദയനോട് ചേർത്ത് നിർത്തി മറ്റൊരു ഉദ്ഘാടകയാക്കുന്നു. അത് നല്ലൊരാശയ. തീർന്നില്ല പ്രതിഭേ, ക്ലൈമാക്സ് വരുന്നതല്ലേ ഉള്ളൂ. കോവിലകവുമായി ബന്ധപ്പെട്ട് കുറെ അപ്പാവികൾ വരുമല്ലോ ചടങ്ങിന്. അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അങ്ങോട്ട് നടത്തുന്നു. ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രായോജകർ, അതായത് സ്പോൺസേഴ്സ്, ഉദയവർമ്മയും ധർമ്മപത്നി നന്ദനയുമാണെന്ന്. അത് നല്ലൊരു ആശയമാണല്ലോ. പിന്നീട് അവർക്ക് പിന്മാറാനും പറ്റില്ല. പറ്റില്ല. ഉദയനോട് അഭിപ്രായം ചോദിക്കണ്ടേ? എന്താ വെല്ലുവിളിയത്? ഒരു കാരണവശാലും അയാളോട് ചോദിക്കരുത്. ഒഴിഞ്ഞു മാറാനുള്ള ധ്വര പണ്ടേയുള്ള കൂട്ടത്തിലാ ഉദയൻ. അനൗൺസ് ചെയ്തതിന് ശേഷം അയാൾ അറിഞ്ഞാ മതി ഉദ്ഘാടകനാണെന്നുള്ള കാര്യം. അതിനു മുമ്പ് നമുക്കൊരു പിരിവ് നടത്തണം. പ്രാഥമികമായ ചെലവുകളുണ്ടല്ലോ. നോട്ടീസ്, കസേര, ചായ, സ്നാക്സ്. അതിനൊക്കെ എന്തിനാ കയ്യിൽ നിന്ന് കാശെടുക്കുന്നേ? തീർച്ചയായിട്ടും പിരിക്കാം. ഇപ്പോഴാ പ്രതിഭ പഴയ ഫോമിലായി. കുടുംബ പരമ്പരയിൽപ്പെട്ട എല്ലാവരെയും പോയി കാണണം. ഒരു 10 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. 10 ഒരു 8 ലക്ഷം രൂപയെങ്കിലും പിരിച്ചെടുക്കണം. എങ്കിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. പ്രതിഭേ, അതെന്താ ഒരു 8 ലക്ഷത്തിന്റെ കണക്ക്? 8 ഒരു റൗണ്ട് ഫിഗർ അല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ പിന്നെ 10 ആയിക്കോട്ടെ. പണമല്ലേ, അല്പം കൂടുതലായതുകൊണ്ട് ഒരു ദോഷം വരത്തില്ലല്ലോ. എന്നാ നമുക്ക് ഒരു 10 തന്നെ പിടിക്കാം. എന്താ? എന്താ എന്താ അതെ,
ഞാൻ വന്നിട്ട് ആ വക കാര്യങ്ങളൊക്കെ ആലോചിക്കാം. എത്ര രൂപയാ? അതിലെന്റെ കമ്മീഷൻ എത്രയാണെന്ന് പറ. എങ്ങനെ എനിക്ക് എത്ര രൂപ കിട്ടുമെന്ന് പറ. അയ്യോ, അത് പോരാ. ഞാൻ പറയുന്ന എമൗണ്ട് എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം, എങ്കിലേ കാര്യങ്ങൾ നടക്കൂ. അതൊക്കെ പിന്നത്തെ കാര്യം. ആ ശരി. ആ പിന്നെ വിളിക്കുന്നേ. ആ മതി. ഓക്കേ. ആ വണ്ടിയെ അയാൾ അടുത്തുകൊണ്ട് പോയി നിർത്തിയേ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ആ ഗുഡ് മോർണിംഗ്. ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ കാര്യം? എന്റെ പേര് ഷുക്കൂർ. വലിയ കുഴപ്പമില്ലാത്ത പേരാണല്ലോ. മാറ്റർ പറ. ഒരു ബിസിനസ് ഡീലാണ്. ഒന്ന് ഇറങ്ങി വന്ന എന്താ ഇടപാട്? അതെ, ഒരു എസ്റ്റേറ്റിന്റെ ഇടപാട്. ഈ ഭൂമി കച്ചവടമൊക്കെ ഞാൻ നിർത്തിവെച്ചിരിക്കുക. പിന്നെ മൊത്തത്തിലല്ലാണ്ട് അള്ളാണെന്ന് ഷുക്കൂറിന് അറിയില്ലേ? ഇതങ്ങനല്ല, പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കയ്യിൽ വന്നടയും. എനിക്കും ഗുണമുള്ള കേസാണേ. അപ്പോ എവിടെയാ തോട്ടം? ഏലോ അതോ തേയിലയോ? ഒക്കെ നേരിട്ട് കാണാം. ആളും അവിടെ തന്നെയുണ്ട്. സംസാരിച്ച് ഓക്കെ ആയാ 1 2 3 കച്ചവടം അപ്പ നടക്കും. എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ഷുക്കൂർ മുന്നിൽ വിട്ടോ, ഞാനേ എന്റെ വണ്ടിയിൽ പിന്നിൽ ഫോളോ ചെയ്യാം. എന്റെ കാറിൽ പോവാൻ ചേട്ടാ. റോഡ് വളരെ മോശമാ. ചേട്ടന്റെ വണ്ടി ഇവിടെ കിടക്കട്ടെ. വെറുതെ ടയർ ചീത്തയാക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ ശരി, ബാ. ശരി. ഗുണമുള്ള കേസാണല്ലോ അല്ലേ? ഡെഫിനിറ്റ്. എന്റെ വടക്കുന്നാഥാ. ശരി, പോവാം. ആയിക്കോട്ടെ. ചേട്ടന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഇപ്പൊ ഒന്നും വേണ്ട. എവിടെയാ ഷുക്കൂറെ വരാനുള്ള പാർട്ടി? ദേ ഇപ്പൊ എത്തും. ഓ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നം ചേട്ടൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. എന്താ അത്? ചെറിയ ചില തർക്കങ്ങളൊക്കെ ഉള്ള എസ്റ്റേറ്റാണ്. അതുകൊണ്ടാണോ വിൽക്കുന്നത്? അതല്ല, ഞാൻ അന്വേഷിച്ചു. അത്ര വലിയ പ്രോബ്ലം ഒന്നുമില്ല. ദേ, എന്തെങ്കിലും പുലിവാല് പിടിച്ച ബിസിനസ് ആണെങ്കിലേ ഞാനില്ല, വിട്ടുപിടിച്ചോ, വേറെ ആളെ നോക്കിക്കോ. സാരമില്ലെന്നേ. അഥവാ കുഴപ്പമുണ്ടേ നമുക്ക് കൈകാര്യം ചെയ്യാന്നേ. ഏതെങ്കിലും കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ച ഒക്കെ സ്മൂത്തായി തീരൂലേ? കൊട്ടേഷനോ? എന്തുട്ടത്? ഇതൊന്നും എനിക്ക് പറ്റിയ പരിപാടിയില്ല. ധൈര്യമായിട്ടിരിക്കെ, ഞാനല്ലേ കൂടെയുള്ളത്. ചേട്ടൻ വിചാരിച്ച അത്യാവശ്യം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. കൊട്ടേഷൻ എങ്കിൽ കൊട്ടേഷൻ. ഓ, എങ്ങനെ അറിയാം ഷുക്കൂറിന്? നമ്മളൊക്കെ ബിസിനസ്സുകാരല്ലേ ചേട്ടാ. ദേ 1.5 CR തടയുന്ന കേസ് കേട്ടാ. 1.5 കോടി. നോക്കാം. പരിചയമുള്ള വല്ലോ ടീമിനെ ഒന്ന് വിളിച്ചു വെച്ചോ. വേണമെങ്കിൽ പണിയൊപ്പിക്കാം. വരട്ടെ. ചേട്ടന്റെ ഫോൺ കൊള്ളാലോ. പുതിയതാ? ഏയ്, ഇത് വളരെ പഴക്കമുള്ള ഫോണല്ലേ. ഓ, അത് ശരി. നോക്കട്ടെ. ഇതാരുടെ ഫോട്ടോയാ? ഇത് എന്റെ ഭാര്യ വിദ്യാഭാരതി. ഓക്കെ. അപ്പോ ഇതോ? ഇത് എന്റെ മക്കള് അശ്വനും ആദിത്യനും. നിങ്ങളുടെ കുടുംബ ഫോട്ടോ. അത്യാവശ്യത്തിന് ചില പാർട്ടികളുടെ ഫോട്ടോ ഞാനും സൂക്ഷിച്ചിട്ടുണ്ട്. ഒരാവശ്യം വന്നാ പെട്ടെന്ന് വിളിക്കാലോ. ഇതിലാരെങ്കിലും ചേട്ടനൊന്ന് അറിയാവോ നോക്കി. ഞാൻ എന്തിനാ ഷുക്കൂറെ വല്ല ഗുണ്ടകളുടെയും പടം കാണുന്നത്? എനിക്കേ ഇവന്മാരെ കാണുന്നതേ അലർജിയാ. അലമലാദികള് വൃത്തിട്ടോമാര്. എന്നാലും ചുമ്മാ കണ്ടിരിക്കാം. എന്തിന്? നമ്മുടെ ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ട് ഇവന്മാരുടെ സേവനം ചിലപ്പോ വേണ്ടി വന്നാലോ? ഈ പാർട്ടിയെ അറിയുവോ? ഇല്ല.
ഇവനെയോ? അറിയില്ല. ഇവനെ ചേട്ടൻ അറിയും? ഏയ്, ഇല്ല ഷുക്കൂറെ. സമയം പോണു. നമ്മുടെ എസ്റ്റേറ്റിന്റെ പാർട്ടിയോടെ ബിസിനസ് സംസാരിക്കണ്ടേ? അല്ല, ലേറ്റ് ആവുമെങ്കിലേ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം. വേണ്ട വേണ്ട വേണ്ട, ചേട്ടൻ ഇരിക്ക്. ഇപ്പൊ വരും. അതെ ഷുക്കൂറെ, ഷുക്കൂറിന് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? എന്തുദ്ദേശമാ ചേട്ടാ? ഞാനൊരു പാവ ഇടപാടുകാരനാ. കഞ്ഞി കുടിക്കാൻ വേണ്ടി ഓരോ പരിപാടികള്, അല്ലാത്ത വേറെ പ്ലാനൊന്നുമില്ല? ഏയ് ഇല്ല ചേട്ടാ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? തരാലോ. സിദ്ധാർത്ഥേ, ഒരു ബോട്ടിൽ വെള്ളം കൊടുത്തേ ചേട്ടന്. ഇതാരാ സുക്കൂറെ? ഇത് എന്താ ഇവിടെ? സിദ്ധാർത്ഥ് പൊയ്ക്കോ. സർ. മിസ്റ്റർ പ്രതാപ് വർമ്മ, ഐ ആം സജികുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. എനിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ട്, സഹകരിക്കണം. ഓഹോ, ഇതാണ് ഉദയന്റെ ഫ്രണ്ട് CI സജികുമാർ. ഉദയൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, എനിക്കാദ്യമേ തോന്നി പോലീസാന്ന്. സാറിന്റെ വീട് എവിടെയാ? ഭാര്യയും കുട്ടികളൊക്കെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ പ്രത്യേക അന്വേഷിച്ചതായിട്ട്. അഭ്യാസം വേണ്ട. ഉദയന്റെ കാറിന് ആക്സിഡന്റ് ഉണ്ടായില്ലേ? ആ സംഭവത്തിൽ നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ആൻസർ കിട്ടിയില്ല. ആ കാർ അപകടവുമായി ബന്ധപ്പെട്ട് വർമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്താണ് സാർ, അതൊരു സാധാരണ അപകടമായിരുന്നില്ലേ? ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വേണ്ട വർമ്മ, ഓൺലി ആൻസേഴ്സ്. അതാണ് എന്റെ ഒരു രീതി. ഉദയന്റെ കസിനാണ് നിങ്ങൾ. നിങ്ങളുടെ വൈഫിന്റെ മകളാണ് നന്ദന. എനി ഫാമിലി പ്രോബ്ലംസ്? പറയൂ. എന്തെങ്കിലും വിഷയങ്ങൾ കുടുംബത്തിന് പുറത്തോ അകത്തോ ഉണ്ടായിരുന്നോ? കമോൺ വർമ്മ. പുറത്ത് ആരും കേൾക്കില്ലല്ലോ. പറയണം. എനിക്ക് സംശയമുണ്ട് സാർ. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. ഞാനത് വെളിപ്പെടുത്താൻ പോവാ. എനിക്ക് ആപത്തൊന്നും ഉണ്ടാവില്ലല്ലോ സാർ? നിങ്ങൾ പറയണം. ആ അപകടം അതൊരു ആത്മഹത്യയായിരുന്നു സാർ. എന്ത്? അതെ സാർ. ആ വർക്ക്ഷോപ്പുകാരൻ ഭാര്യയും കൊണ്ട് ടിപ്പർ ലോറിയിൽ കാറിടിച്ച് കയറ്റിയതാ. ഒരേ സമയം അതൊരു കൊലപാതകവും ആത്മഹത്യയുമായിരുന്നു സാർ. വൈഫിനെ കൊല്ലുക, സ്വയം അങ്ങില്ലാതാകുക, അതായിരുന്നു വർക്ക്ഷോപ്പുകാരന്റെ ലക്ഷ്യം. നമ്മുടെ ഉദയന്റെ കാറ് അതിനൊരു നിമിത്തമായി. അതാണ് സംഭവിച്ചത്. നിങ്ങളോട് ഇതാര് പറഞ്ഞു? നിഗമനം, ചത്തവൻ ഒരു സംശയരോഗിയായിരുന്നു. അത് ഇങ്ങനൊരു ദുരന്തത്തിൽ കലാശിച്ചു. ശരിയല്ലേ സാർ ഞാൻ പറഞ്ഞത്? സ്റ്റോറി കൊള്ളാം. പക്ഷേ അതൊരു സ്റ്റോറി മാത്രമാണല്ലോ വർമ്മ, നിങ്ങൾ ഉണ്ടാക്കിയ കഥ. അതൊരു പ്ലാൻഡ് ആക്സിഡന്റ് ആയിരുന്നുവെന്ന് പോലീസ് കരുതുന്നു. ലക്ഷ്യം ഉദയനും നന്ദനയുമായിരുന്നുവെന്നും ഡിപ്പാർട്ട്മെന്റ് വിശ്വസിക്കുന്നു.
അതല്ലേ സത്യം. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്കൊരു ഷോക്കുമില്ലല്ലോ മിസ്റ്റർ വർമ്മ? എന്താ സംഭവിച്ചെന്നറിയില്ലേ? ഞെട്ടാൻ പോലും മറന്ന് ഞാൻ പകച്ചു നിന്നു പോയതാണ് സാർ. അല്ലാതെ പ്രതാപ് വർമ്മയ്ക്ക് ആരെയും സംശയമില്ല. ആരെ സംശയിക്കാൻ? എന്റെ തങ്കപ്പെട്ട ഉദയനെയും അവന്റെ തങ്കപ്പെട്ട നന്ദനെയും വകവരുത്താൻ ആർക്കാണ് സാർ മനസ്സ് വരിക? എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കൂടി വേണം വർമ്മ. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി, വ്യക്തമായ ഉത്തരം. ഓഹോ. ഓക്കെ. സാറിന് മനസ്സിലായില്ലേ ഞാൻ നിരപരാധിയാണെന്ന്? നിങ്ങൾക്ക് പോവാം. ഓ, ഇനിയും ചിലപ്പോ വരേണ്ടി വരും. ആയിക്കോട്ടെ. എന്തിനാണ് സാർ? വരാം, ഞാൻ വരാം. കാറിനടുത്ത് ഡ്രോപ്പ് ചെയ്യും. ഓട്ടോയ്ക്ക് പോയിക്കൊള്ളാം. എന്നാ ഞാൻ അങ്ങോട്ട്. വർമ്മ, 1 മിനിറ്റ് ഇങ്ങോട്ട് നോക്കി. അറിയാം അല്ലേ? ഇല്ല സാർ, ഞാൻ ഇവനെ കണ്ടിട്ടേ ഇല്ല. ശരി ശരി, യു ക്യാൻ ഗോ. ഓ ഓ, രക്ഷപ്പെട്ടു. എന്നിട്ടെന്താ? ആ സർക്കിൾ ഇൻസ്പെക്ടറെ ആള് ഭയങ്കര കണ്ണിങ്ങാ. അളന്ന് മുറിച്ചാണ് ഓരോ ചോദ്യങ്ങളും ഇങ്ങോട്ട് വരുന്നത്. അങ്ങോട്ടുള്ള മറുപടിയും അതേ അളവിലല്ലെങ്കിലേ അടിമുടിയൊരു നോട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ടവനൊക്കെ ഒന്നും പതറും, അടിപതറും. പ്രതാപേട്ടൻ പത്രികാണില്ലോ അല്ലേ? എങ്കിൽ പിന്നെ ഈ കോലത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുവോ? അസാധാരണമായ മെയ്വഴക്കം കാണിച്ചു ഞാൻ. ഇടത് തിരിഞ്ഞ് വലത് മാറി താണൊഴിഞ്ഞ് വശം ചേർന്ന് ഒരു തരം കടത്തനാടൻ കളരിമുറ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അയാള് ഉദയേട്ടന്റെ അടുത്ത ചങ്ങാതിയാ, അതാ പ്രശ്നം. അതിന്റെ ഉത്സാഹം സർക്കിളിനുണ്ട്. ചോദ്യം ചെയ്യാനും വേണ്ടി വന്നാൽ ഭേദ്യം ചെയ്യാനുമുള്ള തടിമിടുക്കും ഉണ്ട് അയാൾക്ക്. എന്ത് പറഞ്ഞാണ് അയാൾ പ്രതാപേട്ടനെ വിട്ടയച്ചത്? വീണ്ടും കാണാമെന്ന് പറഞ്ഞു. അതിലൊരു ദുസൂചന എനിക്ക് മണത്തു. സജികുമാർ എന്ന സർക്കിൾ എന്തിനെന്നെ വീണ്ടും കാണണം? അയാൾക്ക് എന്തെങ്കിലും സൂചനയോ തുമ്പോ കിട്ടിക്കാണോ? അതിന് സാധ്യതയില്ല. ആയിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ നിരുപാധികം വിടുമായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പ്രതാപേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ശരിയായില്ല. അതെന്താ? സമയം രാത്രി ആയതുകൊണ്ടാണോ? പോലീസുകാര് സംശയിക്കുന്ന സാഹചര്യത്തിൽ ശരിയായില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഓഹോ, അങ്ങനെ. പ്രതിഭ പറഞ്ഞത് ശരിയാ. ചേട്ടനെ ഷാഡോ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ആർക്കറിയാം? ഷാഡോ പോലീസോ ഉണ്ടാവോ? രഘുനാഥോ, പ്രതിഭേ, ഞാൻ മനഃപൂർവ്വമല്ല വണ്ടിയെടുത്ത് ഉദയന്നൂർക്ക് വന്നത്. പോലീസ് പിന്നാലെ ഉണ്ടെങ്കിൽ അവരും കൂടി വന്നോട്ടെ. നമുക്ക് ഒരുമിച്ചിരുന്ന് അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാലോ. എന്ത് ചർച്ച ചെയ്യാൻ? ഒന്നുമില്ലേ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദയന്റെ കാർ അപകടത്തിൽപ്പെട്ട ദിവസം വൈകിട്ട് തൃശൂർ ടൗണിനടുത്തുള്ളൊരു ഹോട്ടലിൽ 2 പേർ റൂം എടുത്തു. ഒരു ഭാര്യയും ഭർത്താവും. ഹോട്ടൽ രജിസ്റ്ററിൽ ഭർത്താവിന്റെ പേര് ചെറിയാൻ ജോസഫ്, ഭാര്യ മോളിക്കുട്ടി. ആ ചെറിയാൻ ജോസഫിന്റെ യഥാർത്ഥ പേര് രഘുനാഥവർമ്മ എന്നാണെന്ന് പോലീസിനറിയില്ല. മോളിക്കുട്ടി വാസ്തവത്തിൽ പ്രതിഭ രഘുനാഥനാണെന്നും പോലീസിനറിയില്ല. പാവം പോലീസുകാര്, അവരെ ആ വിവരം നമുക്കൊന്ന് അറിയിക്കണ്ടേ? അല്ല പ്രതാപേട്ട, ഉദയനെയും നന്ദനെയും ഉദ്ദേശിച്ചുള്ള ആ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആസൂത്രണം ചെയ്തതിൽ രഘുവിനും പങ്കുണ്ട്, പ്രതിഭയ്ക്കും പങ്കുണ്ട്. അത് പോലീസ് അറിയുന്നതല്ലേ നല്ലത്?
പ്രതാപേട്ടൻ ഞങ്ങളെ ഒറ്റിക്കൊടുക്കാൻ പോവാണോ? ഒരിക്കലുമല്ല. പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ അകത്ത് പോകില്ല. കുരുക്ക് വീഴുമെന്ന് ഉറപ്പായാൽ ആ കുരുക്കിനകത്ത് നിങ്ങളുടെ തലകൾ കൂടി ഉണ്ടാകും. ഒന്നിച്ചൊരു വഴിക്ക് പോകുമ്പോ ഞാൻ മാത്രം മുന്നോട്ട് പോകുന്നത് ശരിയല്ലോ. ചതിക്കല്ലേ പ്രതാപേട്ട. ചതി, വഞ്ചന ഇതൊന്നും എന്റെ നിഘണ്ടുവിലുള്ള വാക്കുകളല്ല. അത് രഘുനാഥൻ അറിയില്ലേ ഇതുവരെ? ഞാൻ ഒറ്റയ്ക്ക് ജയിലിൽ പോയാ നിങ്ങൾക്ക് വിഷമാവില്ലേ? കുറ്റബോധം തോന്നില്ലേ? അതുകൊണ്ട് ഞാൻ ഈ കേസിൽ അകപ്പെടല്ലേ എന്ന് പ്രാർത്ഥിക്കും. നല്ലോണം പ്രാർത്ഥിക്കണേ പ്രതിഭേ. ഞാൻ മാത്രമായി അഴിയെണ്ണുന്ന പ്രശ്നമേ ഇല്ല. അത് 3.5 തരം. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ. ഗുഡ് നൈറ്റ്.